നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CBI കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തുവരികയാണ്. ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിജിലൻസിൽ നിന്നും കാണാതായി. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് ആ ഫയലുകൾ വിജിലൻസ് ഒപ്പിട്ടത്. എന്നാൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിനെ കുറിച്ച് CBI നടത്തിയ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഫയലുകൾ കാണാതെ പോയെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇത് പിണറായി വിജയന്റെ മകൻ വിവേകിനെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് പറയപ്പെടുന്നു. വിവേകിന് ED നോട്ടീസ് ലഭിച്ചത് വടക്കാഞ്ചേരി അഴിമതിയിലാണ്. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെതിരെ നടത്തുന്ന വിജിലൻസ് അന്വേഷണവും CBIയുടെ തെളിവ് ശേഖരണത്തിന് തടസ്സമാകുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തിരുന്നു. CBI പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ ഫയലുകൾ നൽകാൻ വിജിലൻസ് തയ്യാറായില്ല. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ വിജിലൻസിന്റെ പക്കൽ നിന്നും ഫയലുകൾ വിട്ടുകിട്ടണമെന്ന പ്രതീക്ഷയിലാണ് CBI. എന്നാൽ VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും ഫയലുകൾ ലഭ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ ക്രമക്കേട് ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെ ആദ്യ കുറ്റപത്രം CBI സമർപ്പിച്ചു. സ്വപ്ന സുരേഷും ശിവശങ്കറും അടക്കം ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായതോടുകൂടിയാണ് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയ ക്രമക്കേടും പുറത്തുവന്നത്. വടക്കാഞ്ചേരി മുൻ MLA അനിലക്കരയുടെ പരാതിയിലാണ് CBI കേസെടുത്തത്. കേരളത്തിലെ പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAEയിലെ സന്നദ്ധ സംഘടനയായ റെക്രസെന്റ് 21 കോടി രൂപയാണ് നൽകിയത്. ലൈഫ് മിഷനും റെക്രസെന്റും ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് ഈ പണം നൽകിയത്. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ യൂണിടാക് ബിൽഡേഴ്സ്, സെയിൻസ് വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് സമുച്ചയം പണിയാനായി കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതി യൂണിടാക് ബിൽഡേഴ്സ് ഉടമസ്ഥനായ സന്തോഷ് ഈപ്പനാണ്. രണ്ടാം പ്രതി സന്തോഷ് ഈപ്പന്റെ തന്നെ കമ്പനിയായ സെയിൻസ് വെഞ്ചേഴ്സ്. മൂന്നാം പ്രതിയായ ലൈഫ് മിഷനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായരാണ് 4ാം പ്രതി. UAE കോൺസുലേറ്റിൽ PRO ആയിരുന്ന സരിത്താണ് 5ാം പ്രതി. സ്വപ്ന സുരേഷ് 6ാം പ്രതിയാണ്. ആശുപത്രി നിർമ്മാണത്തിനായി ലൈഫ് മിഷൻ ടെൻഡർ പോലും വിളിക്കാതെയാണ് സന്തോഷ് ഈപ്പന്റെ കമ്പനിക്ക് കരാർ കൊടുത്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഹാബിറ്റാറ്റ് എന്ന കമ്പനിക്കായിരുന്നു കരാർ ലഭിക്കേണ്ടിയിരുന്നത്. അതിൽ തിരിമറി നടത്തിയാണ് സന്തോഷ് ഈപ്പൻ കരാർ കൊടുത്തത്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി റെഡ് ക്രസന്റ് നൽകിയ 21 കോടി രൂപയിൽ 4.5 കോടി രൂപ സന്ദീപും സരിത്തും സ്വപ്നയും സന്തോഷ് ഈപ്പനും ഉൾപ്പെട്ട പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു. ലാഭമെന്ന നിലയിൽ സന്തോഷ് ഈപ്പൻ പിന്നെയും 5 കോടി കൂടി വകമാറ്റി എന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. ബാക്കി വന്ന 10 കോടി രൂപയുടെ പണി മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് CBIയുടെ കണ്ടെത്തൽ. 11 കോടിയോളം രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, അന്നത്തെ ലൈഫ് മിഷൻ CEO UV ജോസ് എന്നിവർക്കെതിരെയും CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ ഫയലുകൾ കാണാതെ ഇവരുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പങ്ക് കണ്ടെത്താനാവില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന്റെ രേഖകൾ ഏതാനും നാൾ മുമ്പ് പുറത്തു വന്നിരുന്നു. 2018 ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ്. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൌസ്, തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വസതിയുടെ മേൽവിലാസത്തിലാണ് സമൻസ് അയച്ചത്. സമൻസ് ലഭിച്ചിട്ടും വിവേക് കിരൺ ഹാജരായിട്ടില്ല. സാധാരണഗതിയിൽ ED വീണ്ടും സമൻസ് അയച്ച് തുടർ നടപടികൾ സ്വീകരിക്കാറുണ്ടെങ്കിലും ഈ കേസിൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിനൊപ്പമുണ്ട്. വിവേക് കിരണിന് സമൻസ് അയച്ച അന്നേ ദിവസം തന്നെ ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ED അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 വർഷത്തിലേറെയായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ രേഖകൾ മലയാള മനോരമയാണ് പുറത്തുവിട്ടത്. ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യാനായി വിളിച്ച വിവേക് കിരണിനെ പിന്നീട് എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി, തുടർ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ആശയ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പുരോഗമിക്കുകയാണ്. 2018 പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസിൽ ED അന്വേഷണത്തിന് പദ്ധതിക്കായി
UAE-യിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് UAE കൗൺസിലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു. പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാകാത്തതിനുള്ള കൈക്കൂലിക്കായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും M ശിവശങ്കറിനുമായി 4.40 കോടി രൂപ നൽകിയെന്ന് ED കണ്ടെത്തി. ശിവശങ്കർ, സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ്, PS സരിത്ത, സന്ദീപ് നായർ തുടങ്ങിയവർക്ക് ക്രമക്കേടിൽ പങ്കുള്ളതായി ED കണ്ടെത്തി. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ED അന്വേഷിച്ചത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസ്. എന്നാൽ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്ന് ED നിലവിൽ സമർപ്പിച്ചത് പ്രാഥമിക കുറ്റപത്രം മാത്രമാണെന്നും കൈക്കൂലി പണത്തിന്റെ ഉറവിടത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ED വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിരുന്നെന്നും ED അധികൃതർ വ്യക്തമാക്കി. കേസിൽ ഈജിപ്ഷ്യൻ പൗരനും പ്രതിയാണ്. ഇയാളെ കണ്ടെത്താനാകാത്തതിൽ കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷമായിട്ടും വിചാരണ വൈകുകയാണ്. ശിവശങ്കർ ലൈഫ് മിഷൻ അനധികൃത സമ്പത്തുണ്ടാക്കിയെന്ന കണക്കുകൂട്ടലിൽ ED ശിവശങ്കറെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇതിലാണ് വിവേകം ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടിയിരുന്നത്. ലൈഫ് മിഷൻ കേസിൽ നിന്നും കോടികളാണ് ശിവശങ്കർ ലഭിച്ചതെന്നാണ് ED മനസ്സിലാക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്നും ED മൊഴി ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം ശിവശങ്കർ അധികൃത സമ്പാദ്യമുണ്ടാക്കിയെന്ന് ED മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അനധികൃത സമ്പാദ്യം ശിവശങ്കർ സ്വന്തമായി ഉണ്ടാക്കിയതാണോ? ഇതിലാണ് കേന്ദ്ര ഏജൻസികൾക്ക് സംശയം. ഇതിലും സത്യം ശിവശങ്കർ പറഞ്ഞാൽ മുഖ്യമന്ത്രി അകത്താകും. മുഖ്യമന്ത്രിയുടെ മകനെതിരെയും EDക്ക് മൊഴി ലഭിച്ചിരുന്നു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രി കുരുക്കുമുറുകിയാണ് ശിവശങ്കറിനെ സ്വപ്ന EDക്ക് മൊഴി കൊടുത്തത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കർ കൈപ്പറ്റിയ കോഴ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളതാണെന്ന് സ്വപ്ന CBIക്ക് മൊഴി കൊടുത്തതാണ് മനസ്സിലാകുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയെ കോഴയുമായി ഘടിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനർത്ഥം കിട്ടിയ പണമെല്ലാം ശിവശങ്കറിന്റേത് എന്നാണ്. ഇതില്ലെങ്കിൽ തെളിവ് ശിവശങ്കർ നൽകണം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് സമുച്ചയം പണിതാൽ 5 കോടിയോളം രൂപയുടെ കോഴ ഇടപാട് നടന്നെന്നാണ് ആരോപണം. മുൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, UAE കോൺസുലേറ്റിലെ പ്രമുഖർ എന്നിവർക്കെല്ലാം അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ED കണക്കുകൂട്ടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് പറഞ്ഞിരിക്കുന്നത്. കേസിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന കേസായതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രിയാണ് എന്ന് തിരുത്തി പറയുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകന്റെ പേരിൽ അയച്ച സമൻസിൽ പിന്നെ എന്ത് സംഭവിച്ചു, ആ കാര്യം ED വിശദീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു നീക്കമുണ്ട്. മാത്രമല്ല ഒരു മെല്ലെപ്പോക്ക് പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് വീണ്ടും ഈ ഒരു കേസിൽ, പ്രത്യേകിച്ചും വീണ വിജയന്റെ കേസിലാണ് വീണ്ടും ശക്തമായ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്.